പ്രേംലാലെ, ഈ ഗൂഗിളിൻ്റെ CEO ഇന്ത്യൻ വംശജനാണ് സുന്ദർ പിച്ചൈ. ഇദ്ദേഹത്തിന് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാമിനിടയിൽ ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ കൂകി ബഹളമുണ്ടാക്കി അദ്ദേഹം പങ്കെടുത്തൊരു ഫംഗ്ഷനിലാണ്. അദ്ദേഹം അങ്ങനെ വളരെ അവമാനിതനായി ആ ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ അങ്ങനെ ഒരു വിഷയമുണ്ടായി എന്ന് കേൾക്കുന്നു. ഏതായിരുന്നു ആ ഫംഗ്ഷൻ? എന്തായിരുന്നു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആ വിഷയം? ഇത് സംഭവം നടക്കുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയോട് ചേർന്നുള്ള ലോകത്തെ തന്നെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ ഒരു ബിരുദദാന ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ അതിലെ മുഖ്യ പ്രഭാഷകനാണ് നമ്മുടെ ഈ ഗൂഗിളിൻ്റെ CEO ആയ സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സമർത്ഥനായ ഒരു ഈ ഗൂഗിളിൻ്റെ CEO ആണ്. ഇന്ത്യക്കാരനാണ്. വളരെ പരിമിതമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന നമ്മുടെ 1972 മധുരയിൽ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പിച്ചൈ സുന്ദരരാജൻ എന്നാണ്. അദ്ദേഹം പിന്നീട് ഈ ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ അവസരം കിട്ടി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയ കക്ഷിയാണ്. അങ്ങനെ അവിടെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൽ അദ്ദേഹം അവിടെ പഠിച്ച് പിന്നീട് ഗൂഗിളിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന സംഗതിയില്ലേ, അത് കണ്ടുപിടിച്ച ആ ടീമിനെ ലീഡ് ചെയ്ത കക്ഷി കൂടിയാണ് ഈ സുന്ദർ പിച്ചൈ. അങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന ഗൂഗിൾ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ടെക് ജെയിൻറ്റിൻ്റെ, ഏറ്റവും വലിയ ആഗോള ടെക് ഭീമനായ ഗൂഗിളിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഈ അല്പന്മാരായ വിദ്യാർത്ഥികൾ പോയി കൂവുന്നത്. അതുകൂടി ഓർക്കണം. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് കൂവുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ അമേരിക്കയിൽ ഈ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ അങ്ങിങ്ങായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു വേദിയായിട്ട് ഈ ഒരു വേദി അവർ മാറ്റി. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ഗൂഗിളും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സുമായിട്ട് ഒരു കരാറുണ്ട്. ആ കരാറിൻ്റെ പേര് പ്രൊജക്ട് നിംബസ് എന്നാണ്. 1.2 ബില്യൺ അമേരിക്കൻ ഡോളറിന് ഉള്ള കരാറാണ്. അപ്പോൾ ഈ കരാർ പ്രകാരം ഈ ഗൂഗിള് AI സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിച്ച്, ചുരുക്കി പറഞ്ഞ ഈ കരാർ പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇസ്രയേൽ സർക്കാരിൻ്റെ സേവനങ്ങൾ അത് കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആ കരാറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഈ കരാർ പ്രകാരം ചില കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനങ്ങൾ ഗൂഗിൾ ഇസ്രയേലിന് കൈമാറുന്നുണ്ട്. അത് പ്രകാരം ഈ മുഖം തിരിച്ചറിയുന്ന പരിപാടികൾ, അതേപോലെ ചില സാധന സാമഗ്രികൾ തിരിച്ചറിയുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം ഇസ്രയേലിന് കിട്ടും. അപ്പോൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ പലസ്തീൻ വംശജരായിട്ടുള്ളവരെ കണ്ടെത്താനും തിരിച്ചറിയാനും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഇത് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഈ ഗൂഗിളിൻ്റെ സാങ്കേതിക പിന്തുണയോടെ ഇസ്രയേൽ പലസ്തീനിൽ വംശഹത്യ നടത്തുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് അവിടെ ഈ പലസ്തീൻ അനുകൂലികൾ വലിയ മുദ്രാവാക്യം വിളിയുമായിട്ടൊക്കെ വന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് മഹമ്മൂദ് ഖലീൽ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി അലമ്പാക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അപ്പോൾ 2024 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെ ഒരു പലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നു. എന്നിട്ട് ഏതാണ്ട് 1 വർഷത്തോളം ഇദ്ദേഹത്തെ ബാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഇത്തരം പൊതുവേദികളിൽ പങ്കെടുക്കുന്നതിനോ പരിപാടികൾ നടത്തുന്നതിനോ ഒക്കെ അദ്ദേഹത്തിന് വിലക്കുണ്ടായി. ഇതിൽ ബിരുദനാണ്. എന്നിട്ട് ഏതാണ്ട് 1 വർഷത്തിന് ശേഷം ഇപ്പം 2026 ഇദ്ദേഹം ഈ പറയുന്ന പരിപാടിയിൽ വന്നിട്ട് ആ ഒരു വേദിയിൽ മുദ്രാവാക്യം വിളിയുമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അവർ ഈ സുന്ദർ പിച്ചൈ അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ കൂവി വിളിച്ചു, മുദ്രാവാക്യം വിളിച്ചു. എന്നിട്ട് അവർ ആ വേദി ബഹിഷ്കരിച്ചു. ചിലർ അവിടെ ഈ ബിരുദദാന ചടങ്ങ് അറിയാമല്ലോ, ഒരു കോട്ടിടും, തലയിലൊരു തൊപ്പി ഒക്കെ വെച്ചിട്ടായിരിക്കും അവിടെ പങ്കെടുക്കുക. അപ്പോൾ ഇവിടെ കുറേ അധികം പേര്, ഏതാണ്ട് 200ഓളം വരുന്ന വിദ്യാർത്ഥികളുണ്ടെന്ന് പറയപ്പെടുന്നു. അവർ ഈ കഫിയ എന്ന് പറയും. ഇസ്രയേൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പലസ്തീൻ അനുകൂല മുദ്രാവാക്യ വേദിയിൽ അത് ധരിച്ചിരുന്നു. ഒരു ഷോൾ പോലെ ഒരു സംഗതി, അത് ധരിച്ചുകൊണ്ടാണ് കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ വന്നത്. എന്നിട്ട് അവർ മുദ്രാവാക്യം വിളിച്ച് ആ വേദി ബഹിഷ്കരിച്ച് പോവുകയും ചെയ്തു. മറ്റു കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ അവർ കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ബിരുദം മേടിച്ച് അവരും ഇറങ്ങി. അപ്പോൾ ഈ പ്രക്ഷോഭം നടത്തുന്നതിനോ മുദ്രാവാക്യം വിളിക്കുന്നതിനോ നമ്മൾ എതിരൊന്നുമല്ല. അതിൻ്റെതായ ഒരു വേദിയുടെ ഒരു ഔചിത്യമൊക്കെ ഉണ്ട്. ഒരു ബിരുദദാന ചടങ്ങിൽ സുന്ദർ പിച്ചൈ പോലൊരാൾ അദ്ദേഹം
അദ്ദേഹം എന്താണ് ഇസ്രയേലിൽ പോയി ചെയ്തതെന്നോ അല്ലെങ്കിൽ പലസ്തീനിൽ പോയി ചെയ്തതെന്നോ നമുക്കറിയില്ല. ഏതായാലും ഈ പറയുന്ന ഗൂഗിള് ഇസ്രയേലുമായിട്ട് കരാറുണ്ടാക്കിയതിൻ്റെ പേരിലാണല്ലോ ഈ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ഗൂഗിളിനെ മൊത്തത്തിൽ അങ്ങ് ബഹിഷ്കരിക്കണം. ഗൂഗിള് നൽകുന്ന സംവിധാനങ്ങൾ എത്രയോ നിരവധിയുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളിൽ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ഏറെയും ഗൂഗിളാണ്. നമ്മുടെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പലതും തിരയുന്നതും പലതും കണ്ടുപിടിക്കുന്നതും ഒക്കെ ഗൂഗിളാണ്. അല്ലെങ്കിൽ യാത്ര പോകാൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നാവിഗേഷൻ അടക്കം ഗൂഗിൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പുതിയ ലോകത്ത് ഗൂഗിള് നിരവധിയായ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് നടന്ന കമ്പ്യൂട്ടർ ബഹിഷ്കരണ സമരം പോലെ ഈ ഇത്തരം സമരങ്ങൾ നടത്തി അപഹാസ്യരാകുക എന്നുള്ളത് കൂടി ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ ഞാനിത് പറയാനായിട്ടുള്ള കാരണം, മുമ്പ് നമ്മുടെ നാട്ടിലും സമാനമായ ഒരു പ്രക്ഷോഭം അരങ്ങേറി. ടാറ്റയെ ബഹിഷ്കരിക്കില്ലായിരുന്നു. എന്നിട്ട് നടന്നത് എന്താ? ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു വസ്ത്രവിൽപ്പനശാല, അതിന്റെ മുമ്പിൽ പോയിരുന്ന് മുദ്രാവാക്യം വിളിക്കില്ലായിരുന്നു. അത് ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം അവർ അന്ന് വിശദീകരിച്ചത്, ടാറ്റ ഇസ്രയേൽ സൈന്യവുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് അവരുപയോഗിക്കുന്ന മറ്റേ കവചിത വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ ബുൾഡോസറുകൾ, ഇതെല്ലാം ടാറ്റയുടെ ടാറ്റ വലിയ വലിയ മെഷീനറികളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അത് ഇസ്രയേലിൽ മാത്രമല്ല പല രാജ്യങ്ങൾക്കും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റ നിർമ്മിച്ച ആ ഒരു മഹാപരാധം അവർ ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ ടാറ്റയെ മൊത്തത്തിൽ അങ്ങ് ബഹിഷ്കരിക്കുക. ഈ സ്റ്റുഡിയോയിൽ മാത്രമായിട്ട് എന്താണ് അവർ ബഹിഷ്കരിക്കുന്നത്? അതൊരു വസ്ത്രവ്യാപാരമല്ലേ? അതെ, അതിന്റെ പ്രയോജനം കിട്ടുന്നത് എവിടെയാണെന്നറിയാവോ? ഇപ്പൊ ടാറ്റയിനെ അവർ ബഹിഷ്കരിച്ച് സ്റ്റുഡിയോയുടെ മുമ്പിൽ അവർ സമരം ചെയ്തു. തൊട്ടപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു വസ്ത്ര വ്യാപാരിക്ക് മാത്രം അതിന്റെ പ്രയോജനം കിട്ടിക്കാണും. ഈ സ്റ്റുഡിയോയിൽ മാത്രം പോയി സമരം ചെയ്തതിന്റെ ഔചിത്യം നമുക്ക് മനസ്സിലാവും. ടാറ്റ എന്ന് പറയുന്നത് നമുക്ക് നിരവധിയായ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ചു തരുന്ന ഒരു കമ്പനിയാണ്. നിരവധിയായ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിച്ച് തരുന്ന കമ്പനിയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും വില കുറഞ്ഞ കാറ് വരെ നിർമ്മിച്ചു നൽകിയ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ച ഒരു മഹാനായ ഒരു വ്യക്തിയുടെ ഒരു കമ്പനിയാണ്. മൊത്തത്തിലങ്ങ് ബഹിഷ്കരിക്കുക. ഇത് അവര് പോയി ആ വസ്ത്ര വ്യാപാരശാലയുടെ മുമ്പിൽ പോയി മുദ്രാവാക്യം വിളിയും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതേപോലെ ഒരു അപഹാസ്യ സമരം നടത്തിയതാണ് അവരവിടെ. അപ്പൊ ഇതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇവർ സമരം നടത്തിയത് കൊണ്ടോ മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ നാളെ സ്വിച്ചിട്ട പോലെ പലസ്തീൻ സംഘർഷം തീരുമെന്നോ അവിടെ ഒരു പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടുമെന്നോ യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് എന്താ പറയുക, ഈ തിണ്ണമിടുക്ക് കാണിക്കുക എന്ന് പറയുന്നുള്ള ഏർപ്പാടാണ് വാസ്തവത്തിൽ നടന്നത്. ഇനി അവിടെ സുന്ദർ പിച്ചൈ അവിടെ അദ്ദേഹം നമുക്കറിയാമല്ലോ, അദ്ദേഹം പടിപടിയായി ഉയർന്ന് ഗൂഗിളിൻ്റെ തലപ്പത്തെത്തിയ ഒരാളാണ്. ഇദ്ദേഹം അവിടെ എന്താണ് പ്രസംഗിക്കാൻ വന്നത്? ഈ ഒരു സംഗതി, എന്താ പറയുക, വേദിയുടെ സ്വഭാവം കണ്ട് അദ്ദേഹം കാര്യമായി ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതുപോലും വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം ലോകം കാത്തിരിക്കുന്നത് AI സാങ്കേതിക വിദ്യ, അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഭീഷണികളും അതിനെക്കുറിച്ച് അറിയാനായിട്ട് വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്. ഇപ്പോൾ സുന്ദർ പിച്ചൈനെ പോലെ ഒരാൾ ഒരു വേദിയിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിക്കുക, സമ്മതിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അദ്ദേഹം ഒരു വാക്കും മിണ്ടിയില്ല. കാരണം ഈ സമാനമായ രീതിയിൽ പല ഇതേപോലെയുള്ള വേദികളിൽ മുമ്പ് ചില ഇതേപോലുള്ള IT കമ്പനി പ്രതികൾ ചെന്നപ്പോഴെല്ലാം അവർ AIനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അപ്പോൾ പലരും അതിനെ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. കാര്യം AI സാങ്കേതിക വിദ്യ പൊതുവിൽ നമ്മൾ ധരിച്ചു വച്ചേക്കുന്നത് തൊഴിലില്ലായ്മ ഉണ്ടാക്കുന്ന, കുറേയധികം പേരുടെ തൊഴിലില്ലാതാക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന രീതിയിലാണ് നമ്മൾ പൊതുവെ ധരിച്ചു പോയി. പക്ഷേ AIയുടെ അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വേറെയും ഉണ്ടും താനും. അപ്പോൾ ഇതേക്കുറിച്ച് കൃത്യമായൊരു സംവാദമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സുന്ദർ പിച്ചയെ പോലെ ഒരാളൊരു വേദിയിൽ കിട്ടുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു അസുലഭ അവസരമാണ് വാസ്തവത്തിൽ നഷ്ടപ്പെടുത്തിയത്. ഈ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചവര് പോയത്.